Good morning. Good morning, miss. Good morning, miss. Good morning. Good morning, miss. Good morning, ma'am. Good morning. Good morning, ma'am. Prayer start ചെയ്തോ കേട്ടോ. Prayer ഞാൻ ചെയ്യാം. ലിൻഷിയാണ്. Heavenly Father, thank you for the gift of this new day. Guide me every thought, word, and action. Help me to present today, to love well, and to trust you fully. Give me peace and strength for whatever we face. Bless our bless our Miss Adira ma'am and dear dear our friends. Bless all. Thank you. Good morning, ma'am, and my dear friends. I'm Fatima Mumtaz. Today, I am going to set thought of the day. Education is the key to unlock the golden door of the freedom. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ കവാടം തുറക്കുന്നതിനുള്ള താക്കോലാണ് വിദ്യാഭ്യാസം. താങ്ക് യു. Signing. Signing. സൈൻ ചെയ്യുന്ന ആരാ? ആരും വരുന്നത് കാണാനല്ലേ മാം? ഞാൻ പറയാം. ഷൈമ പാലക്കാട്. ഗുഡ് മോർണിംഗ് എവരി വൺ ആൻഡ് എ വാം വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ് റൂം. നമ്മുടെ ടീച്ചർക്കും ആതിര മിസ് ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന ആതിര മിസ്സിനും എൻ്റെ പ്രിയ കൂട്ടുകാർക്കും എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. Morning to all. Good morning. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖമായിട്ടിരിക്കുന്നു. പനിയൊക്കെ ആയിട്ടിരിക്കുക. എന്തോ പനിയാണ്. ഓക്കെ. നമ്മളെ കഴിഞ്ഞ് ബ്രോക്കൺ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ലേ കുറച്ച്? സെക്കൻഡ് പാരഗ്രാഫോടെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. സെക്കൻഡ് പാരഗ്രാഫ് വരെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തോളൂ. അത് കംപ്ലീറ്റ് പറഞ്ഞില്ലേ? ബയോളജിക്കൽ ഇവന്റ്സ് ഒക്കെ പറഞ്ഞല്ലോ. ഓക്കെ. തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? Development levels is the product of psychological and social growth stressed by environmental and individual behavioral factors, sometimes more easily referred to as maturity. While both of these natural processes are greatly different, both growth and development are closely related steps in producing healthy adults. Okay. അപ്പോൾ ഈ വികസനം എന്ന് പറയുന്നത് എന്താണ്? എന്തിന്റെ പ്രൊഡക്ട്സുകളാണെന്നാണ് പറയുന്നത് വികസനം അഥവാ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? It's a product of psychological and social growth stressed by environmental and individual behavioral factors, more easily referred to as maturity. എന്താണ് പറയുന്നത് ഇവിടെ? എന്നിരുന്നാലും വികസനം എന്ന് പറയുന്നത് എന്താണ്? മാനസികവും സാമൂഹ്യമായിട്ടുള്ള വളർച്ചയുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? മാനസികവും എന്താണ് സാമൂഹ്യമായിട്ടുള്ള ആ ഒരു വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഡെവലപ്മെന്റ് നമ്മളിൽ ഉണ്ടാവുന്നതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്ട്രെസ്ഡ് ബൈ എൻവയോൺമെന്റൽ ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടേഴ്സ്. എന്താണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടേഴ്സ് സ്വതന്ത്രപരമായ സ്വഭാവം. ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടർ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ആരാണ് ഇൻഡിവിജ്വൽ? ഓരോ വ്യക്തികളും സ്വന്തം ഒരാൾക്ക് തന്നെ.
അപ്പൊ ഒരു ഇൻഡിവിജ്വലിനെ അഫക്ട് ചെയ്യുന്ന അയാളുടെ പെരുമാറ്റത്തെ, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പെരുമാറ്റത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് നമ്മുടെ പരിസ്ഥിതി തന്നെയാണ് അല്ലെ. നമ്മുടെ ചുറ്റുപാടുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കാറില്ല. യെസ്, സംടൈംസ് more easily referred to as maturity. അപ്പോ ഈ ബിഹേവിയറൽ ഫാക്ടറിൽ ഉണ്ടാകുന്ന വ്യത്യാസം, നമ്മുടെ പെരുമാറ്റത്തില് ഓരോ ദിവസവും എന്താണ് വ്യത്യാസങ്ങൾ സംഭവിച്ചെന്താണ് നമ്മൾ ഒരു സമയത്ത് നമ്മൾ എന്താണ് മെച്ചുവേർഡ് ആയിട്ട് മാറുന്നുണ്ട്. ഏത് സമയത്താണ് നമ്മൾ മെച്ചുവേർഡ് ആയിട്ട് മാറുന്നത്? ഏത് സമയത്താണ്? അഡോളസൻസ് ആ ഒരു പ്രായത്തുന്ന സമയത്ത് ഒരുവിധം എന്താണ് പക്വത കൈവരിക്കുന്ന ഒരു പ്രായക്കാരുണ്ട്. അതായത് അപ്പൊ ഇതിനെല്ലാം സ്വാധീനിക്കുന്ന എന്താണ്? നമ്മുടെ മാനസികമായിട്ടും സാമൂഹ്യമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് വരെ നമ്മളുടെ വികസനത്തിന് എന്താണ് സഹായിക്കുന്നുണ്ട്. അതൊക്കെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി while both of these natural processes are greatly different, പക്ഷെ ഈ പ്രോസസ്സുകളെല്ലാം തന്നെ എന്താണ്, ഈ നാച്ചുറൽ പ്രോസസ്സുകളെല്ലാം തന്നെ വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ്? both growth and development are closely related steps in producing healthy adults. ഇപ്പൊ ഗ്രോത്തും ഡെവലപ്മെന്റും ഇല്ലാതെ, ഇത് രണ്ടും കൂടി ഇല്ലാതെ ഒരാൾക്ക് വളരാൻ സാധിക്കും. ഒരാൾക്ക് ഉയർച്ച ഉണ്ടാവോ? ഒരു ഗ്രോത്തും ഇല്ലാതെയും ഡെവലപ്മെന്റും ഇല്ലാതെ ഒരാൾക്ക് വളരാൻ പറ്റുമോ? സാധിക്കുമോ? ഇല്ല. അപ്പൊ ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതില് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സ്ഥാനമുണ്ടോ? അതെ, അതായത് വളർച്ചയും വികാസവും ആരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും ഇല്ലാതെ ഒന്നുമില്ല. ഒന്നിന്റെ പുറകെ എന്താ? പക്ഷെ നമുക്ക് ഏറ്റവും നിരന്തരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് എന്താണ്? ഗ്രോത്ത് ആണോ ഡെവലപ്മെന്റ് ആണോ? ഡെവലപ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഡെവലപ്മെന്റ് ആജീവനാന്തം ഉണ്ടാവും. ഡെവലപ്മെന്റ് എന്താണ്? ആജീവനാന്ത പ്രക്രിയയാണ് അല്ലെ. ഒരിക്കലും നിലയ്ക്കുന്നില്ല. നമ്മുടെ മരണം വരെ തന്നെ ഉണ്ടാവും. ആ വികസനം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഗ്രോത്ത് നമ്മൾ മെച്യൂർഡ് ആവുന്ന സമയത്ത് അത് സ്റ്റോപ്പ് സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാകുന്നത് അല്ലെ. രണ്ടും സംഭവിച്ചതിന് ശേഷം മാത്രമാണ് നല്ല ആരോഗ്യപരമായിട്ടുള്ള തലമുറകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഓക്കെ, യെസ്. നമ്മളിപ്പോ പറഞ്ഞത് ഗ്രോത്തിനും ഡെവലപ്മെന്റ്സിലേക്ക് കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി വരുന്നത് നമ്മൾ നോക്കുന്നത് ഡെഫിനീഷൻസിലേക്കാണ്, നിർവചനങ്ങളിൽ. ഗ്രോത്തും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട നിർവചനങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 2 സൈക്കോളജിസ്റ്റുകളുടെ ഡെഫിനീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതില് ഒരു സൈക്കോളജിസ്റ്റിന് മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് എഴുതി പഠിക്കണം കേട്ടോ. ഒരാളുടെ പഠിക്കണം, മറ്റൊരാളുടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാണ്, അതായത് പഠിക്കേണ്ട. ബൈ ഹാർട്ട് എഴുതി പഠിക്കേണ്ട ആരെയാണ്? എന്തുകൊണ്ടാണ് ബൈ ഹാർട്ട് എഴുതി പഠിക്കണമെന്ന് പറഞ്ഞത്? അതാണ് നമ്മള് ക്വസ്റ്റ്യൻസ് മിക്കവാറും അതിൽ നിന്നാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ക്രോ ആൻഡ് ക്രോ, അത് അദ്ദേഹത്തിന്റെ പേരാണ് കേട്ടോ. സൈക്കോളജിസ്റ്റിന്റെ പേരാണ് എന്ത്? ക്രോ ആൻഡ് ക്രോ പേരാണ് കേട്ടോ. നിങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നണ്ട. അദ്ദേഹം ഗ്രോത്തിനും ഡെവലപ്മെന്റിനെയും പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഗ്രോത്തിനെ നിർവഹിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഡെവലപ്മെന്റിനെ അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അദ്ദേഹം പറയുന്നത് എന്താണ്? Crow and Crow remarks that growth refers to the structural physiological changes, while development refers to growth as well as change in behavior. ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. Crow and Crow പറയുന്നത് എന്താണ്? പേജ് നമ്പർ 35. നിങ്ങളുടെ വ്യത്യസ്തം ഉണ്ടായിരുന്നു ചിലപ്പോൾ ടെക്സ്റ്റിൽ കേട്ടോ. എനിക്ക് PDF എത്രയാണെന്ന് അറിയില്ല. ഓക്കെ, ക്രോ ആൻഡ് ക്രോ 35 ഗ്രോത്ത് അഥവാ വളർച്ചയുടെ പറയുന്നത് എന്താണ് അദ്ദേഹം? ഇറ്റ്സ് എ സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. അതായത് വളർച്ച ചെയ്യുന്നത് എന്താണ്? ഘടനാപരവും ശാരീരികമായിട്ടുള്ള വശങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? ക്രോ ആൻഡ് ക്രോ പറയുന്നത്. എന്താണ് അദ്ദേഹം ഗ്രോത്തിനെ റെഫർ ചെയ്യുന്നത്? സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ഘടനാപരവും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഗ്രോത്ത് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് എന്താണെന്ന് അദ്ദേഹം പറയുന്നത്? ഡെവലപ്മെന്റ് refers to growth as well as changes in behavior. അതേസമയം വികസനത്തെ അദ്ദേഹം എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത് എന്നാണ്?
വികസനം എന്ന് പറയുന്നത്. അതായത് ആളുടെ വളർച്ചയിലും പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണെന്ന് വികസനം എന്നാണ്, അഥവാ ഡെവലപ്മെന്റ് എന്നാണ് ആര് സൂചിപ്പിക്കുന്നത്? പ്രോ ആൻഡ് പ്രോ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങളോട് ശ്രദ്ധിക്കാം, അദ്ദേഹം ഗ്രോത്തിനെ പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. എന്താണ് വളർച്ച എന്നത്? ഘടനാപരവും ശാരീരികപരവുമായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. അതാണ് ഗ്രോത്ത് എന്നാണ് അദ്ദേഹം വളർച്ച എന്ന് പറയുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറയുന്നത് എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? ഇതെന്താണെന്നാണ് പറയുന്നത്? വളർച്ചയെയും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഇത് ഇങ്ങനെ വിട്ടുപൊട്ടി പോലെ ശ്രദ്ധിച്ച് കേട്ടിരിക്കേണ്ട. ഡെഫിനീഷൻസ് ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് ഏതാണെന്ന് അറിയാലോ, സൈക്കോളജി ആണ്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ പറഞ്ഞ ഡെഫിനേഷൻ? മനസ്സിലായി? ചോദിക്കാൻ ഇനി പറയാം. ഓക്കെ ആണ് മാം. ഓക്കെ ആണ്. ഓക്കെ, ഓക്കെ മാം. ഫസ്റ്റ് വരുന്നത് എങ്ങനെയായിരിക്കും? Whom remarks the growth refers to structural and physiological changes എന്ന് പറഞ്ഞ ഈ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ട് ഇതാരാണ് ഡിഫൈൻ ചെയ്തതെന്ന് ചോദിക്കും. കുറച്ച് ഓപ്ഷൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആൻസർ ആരായിരിക്കും? ക്രോ ആൻഡ് പ്രോ ആയിരിക്കും. പിന്നെ മറ്റു സൈക്കോളജിസ്റ്റുകളൊക്കെ പേരായിരിക്കും കൊടുത്തിരിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം, പ്രോ ആൻഡ് പ്രോ. ഓക്കെ, ചിലപ്പോ ഇങ്ങനെ തിരിച്ചു ചോദിക്കാം, ഡെഫിനേഷൻ തന്നിട്ട് ചോദിക്കാം ഇത് ആരെഴുതിയതാണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഗ്രോത്തിന് അല്ലെങ്കിൽ ഗ്രോത്തിന് സ്ട്രക്ചറൽ ആയിട്ടും ഡെവലപ്മെന്റ്സിന് ബിഹേവിയർ ചേഞ്ചസ് ആയിട്ടൊക്കെ ഡിഫൈൻ ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. അതാരാണ്? പ്രോ ആൻഡ് പ്രോ തന്നെയാണ്. അപ്പൊ ഡെഫിനേഷൻ തന്നെ ചിലപ്പോൾ തിരിച്ചു മറിച്ചുള്ള രീതിയിൽ ചോദിച്ചെന്നും വരാം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങള് ഇത് കൃത്യമായിട്ട് കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ലേ പിള്ളേരെ? മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് ഹാർലോക്കിന്റെ ഡെഫിനേഷൻ ആണ്. ദ വേർഡ്സ് ഓഫ് ഹാർലോക്ക്, ദ ടേം ഡെവലപ്മെന്റ് റിഫേഴ്സ്. ഇനി ഹാർലോക്ക് ഡെവലപ്മെന്റിനെ മാത്രമാണ് പറയുന്നത് കേട്ടോ, ഡെവലപ്മെന്റിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഹാർലോക്ക് അദ്ദേഹത്തിന്റെ പേരാണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടേക്ക. ഹാർലോക്ക്, ഇൻ ദ വേർഡ്സ് ഓഫ് ഹാർലോക്ക്, the term development refers a progressive series of changes that happen in an orderly, predictable pattern as a result of maturation and experiences. Okay, എന്താണ് ഇവിടെ ഹാർലോക്ക് പറയുന്നത്? ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്നലെ HSC എക്സാം എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലും HSA ഹൈസ്കൂൾ ടീച്ചർ അസിസ്റ്റന്റ് എക്സാം എഴുതിയിട്ടുള്ള ആരെങ്കിലും? മോണ്ടിസോറി ജോയിൻ ചെയ്തവരാണെങ്കിലും ചെയ്തിട്ടുണ്ടോന്നാണ്? ഇല്ല, നമ്മൾ അറിയില്ല ഇങ്ങനെ എഴുതാൻ പറ്റും. എന്തോ നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെ? ഇല്ല, BEd ക്വാളിഫിക്കേഷൻ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഉണ്ട്? BEd പഠിച്ചവരും മോണ്ടിസോറി ചെയ്യുന്നുണ്ട്? ഇല്ല. ഹാർലോക്ക് എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് വികസനം ഒരാളിൽ സംഭവിക്കുന്നത് പക്വതയുടെയും അനുഭവത്തിന്റെയും ഫലമായിട്ടാണ് ഒരാളിൽ വികസനം ഉണ്ടാവുന്നത് എന്നാണ് ആര് പറയുന്നത്? ഹാർലോക്ക് പറയുന്നത്. എന്താണ്? അതായത് നമ്മളിൽ നടക്കുന്ന ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് വികസനം അല്ലെ. നമ്മളൊരു ദിവസം ജനിച്ച് ഇത്രയും സമയം ഇപ്പൊ ഈ ഒരു പൊസിഷൻ വരെ എന്താണ് നമ്മൾ പല മാറ്റങ്ങളിലൂടെയല്ലേ കടന്നു വന്നത്? ജനനം മുതൽ ഈ ഒരു സമയം വരെ, ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് വരെ എന്താണ് നിങ്ങൾ പല രീതിയിൽ പ്രോഗ്രസീവ് ആയിട്ട് ചേഞ്ചസ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. പല പാറ്റേൺസിലൂടെ കടന്നു വന്നവരാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ചേഞ്ചസ് അഥവാ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളെയാണ് അല്ലെങ്കിൽ മനുഷ്യരുടെ ബിഹേവിയറിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്ന ആ പാറ്റേണിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് അദ്ദേഹം എന്ത് പറയുന്നത്? വികസനം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഓരോ ദിവസം വികസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് മാറ്റം സംഭവിക്കാതിരിക്കുന്നുണ്ടോ? മാറ്റം സംഭവിക്കാതിരിക്കുന്നുണ്ടോ നമുക്ക്? ഇപ്പൊ ഈ ഇരിക്കുന്ന സമയമല്ല, ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും ചിന്താഗതികളൊക്കെ അതിന് വൈകുന്നേരം നമുക്ക് മറ്റൊരു ചിന്താഗതിയാണ്. നാളെ നമ്മൾ ഇങ്ങനെയുള്ള ഒരാളല്ല അല്ലെ. നാളെ നമ്മൾ ചിലപ്പോ ഉണ്ടായി പോകണമെന്നില്ല, ചിലപ്പോ അവിടെ നിന്ന് ഡെവലപ്മെന്റ് അവസാനിക്കും അല്ലെ.
ചിലപ്പോൾ ഇവിടെ ഡെവലപ്മെന്റ് തീർന്നിരിക്കും. അപ്പൊ നമ്മള് മരണം വരെ അത് നിലനിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്, നമ്മളിൽ നടക്കുന്ന പാറ്റേൺ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് അദ്ദേഹം ഡെവലപ്മെന്റ് എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് മാറ്റങ്ങളുടെ പുരോഗമനപരമായിട്ടുള്ള ഒരു പരമ്പര, അതാണ് പാറ്റേൺ. പരമ്പര മീൻസ് ആ പാറ്റേണിനെയാണ് നമ്മള് വികസനം എന്നാണ് ഹാർലോക്ക് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കണ്ട, ആരുടെയാണ് പഠിക്കേണ്ടത്? ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ മാത്രം പഠിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും കുറിച്ചിട്ടുള്ള ഒരു 5 ഡെഫിനേഷൻസ്, 5 നിർവചനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞിട്ട് ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ട് കണ്ടെത്തിക്കൊണ്ടുവരും അടുത്ത വെനസ്ഡേ കേട്ടോ. ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും കുറിച്ചിട്ടുള്ള ഡെഫിനേഷൻസ്, ചെറിയ ഡെഫിനേഷൻസ് നോക്കിയാൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് അത് ആരാണ് എഴുതിയെന്നും കൂടി വേണം കേട്ടോ, ആരാണ് ഡിഫൈൻ ചെയ്തതെന്നും കൂടി അതിന്റെ പേര് കൂടി ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്ലാസ് നിങ്ങളത് പ്രസന്റ് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായി. യെസ്. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ എന്താണ് ഗ്രോത്തും ഡെവലപ്മെന്റും ഒന്നും കൂടി നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. കാരണം ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ തന്നെ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഭാഗത്ത് ഒരു പോർഷനിൽ എന്താണ് ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്രോത്ത് എന്താണെന്ന് നോക്കാം, അതേപോലെ തന്നെ ഡെവലപ്മെന്റ് എന്താണ്. ഫസ്റ്റ് പോയിന്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്? It refers to the changes in specific aspects of body or behavior of individual. Development എന്ന് പറയുന്നത് എന്താണ്? It refers to overall changes that result in improved functioning of individual. ഇവിടെ ഗ്രോത്ത് എന്തിനാണ് പറയുന്നത്? ഗ്രോത്ത് ബോഡി ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ ബോഡി. എന്തിലുള്ള മാറ്റങ്ങളാണ്? വ്യക്തിയുടെ ശാരീരികവും പെരുമാറ്റത്തിലെ മാറ്റങ്ങളെയുമാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെ? ഗ്രോത്ത് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റ് എന്താണ്? അപ്പോ refers to overall changes that result in improved functioning of individual. എന്താണ്? വ്യക്തിയുടെ മികച്ച പ്രവർത്തനങ്ങളുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന എല്ലാ മാറ്റങ്ങളെയും നമ്മൾ എന്ത് പറയുന്നുണ്ട്? വികസനം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റതെന്താണ്? നമ്മുടെ ബോഡിയിലും ബിഹേവിയറിലും ഉണ്ടാവുന്ന ഇൻഡിവിജ്വലിൽ ഉണ്ടാവുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെ? ഇതെന്താണ്? ഒരാളുടെ മൊത്തത്തിലുള്ള ചേഞ്ചസ് ആണ്, അല്ലെ? ഒരാളുടെ വ്യക്തിയുള്ള ആളുടെ മികച്ച പ്രവർത്തനത്തിലുള്ള അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ അയാൾ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ, മാറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ്. It refers to changes in qualitative aspects. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആണ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചു ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പഠിച്ചത്? മെഷർ ചെയ്യാൻ പറ്റുന്ന പഠിച്ചില്ലേ? ഒരാളുടെ സൈസ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നമുക്ക് എന്താണ് അതിന്റെ ക്വാണ്ടിറ്റി അളക്കാൻ പറ്റും, അല്ലെ? ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമ്മളിൽ ഉണ്ടാകുന്ന വെയിറ്റും ഹൈറ്റും സൈസും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതിന്റെ ക്വാണ്ടിറ്റി അറിയാം. അപ്പൊ ചേഞ്ചസ് മനസ്സിലാക്കുന്ന എന്തിലൂടെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിലൂടെയാണ്. ക്വാണ്ടിറ്റിയിലൂടെ നമുക്ക് ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഇറ്റ് റെഫേഴ്സ് ടു ഇൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളുടെ ഗുണപരമായിട്ടുള്ള വശങ്ങൾ അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള ആളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അയാളുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണം, അല്ലെ? ഇപ്പൊ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന നല്ല ഗുണങ്ങൾ വെച്ചിട്ടുള്ള അയാൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഒരു ദുഷ്ടനായ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയാം, വേറൊരു ഉദാഹരണം പറയാം. ഒരാള് ഏറ്റവും ദുഷ്ടമായ ഒരു ബിഹേവിയർ ആയിരുന്നു കുറെ നാളെ അയാൾ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ഒരു ക്രിമിനൽ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം അയാളിൽ ഒരു മാറ്റം ഉണ്ടായി. അയാൾ എന്താണ്? ആ ഒരു ക്രിമിനൽ പ്രോസസ് ഒക്കെ നിർത്തി നല്ലൊരു ജീവിതം നയിക്കാണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിൽ അധികം വളരാൻ തുടങ്ങി. അപ്പൊ എന്താണ്? അയാൾക്ക് അവിടെ മാറ്റം സംഭവിച്ചു, അല്ലെ? ചേഞ്ച് ഉണ്ടായി. എന്ത് ചെയ്തു? അയാളുടെ സ്വഭാവത്തിൽ അത് എന്ത് പ്രതിഫലിച്ചു? ക്വാളിറ്റി കൂടി, അല്ലെ? അദ്ദേഹത്തിന്റെ പ്രവൃത്തികള് നല്ല രീതിയിൽ മാറാനായിട്ട് ആരംഭിച്ചു. ഓക്കെ,
അപ്പൊ എന്താണ് അവിടെ ക്വാളിറ്റിയിലൂടെയാണ് അയാൾക്ക് എന്തുണ്ടെന്ന് മനസ്സിലായത്, അയാൾക്ക് വികസനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാര്യം ആ ക്രിമിനൽ പൊസിഷനിൽ തന്നെയാണ് അയാൾ കൈകാര്യം ചെയ്യുന്നതാണ്, അയാളുടെ ഡെവലപ്മെന്റ്സ് അവിടെ നല്ല രീതിയിൽ നടക്കുന്നില്ല അല്ലെ. ഡെവലപ്മെന്റ്സ് എന്താണ്, നല്ല രീതി അയാൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല, കൊണ്ടുവരാത്ത രീതിയിലുള്ള ബിഹേവിയറാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി തന്നെ അദ്ദേഹം നിരന്തരമായിട്ട് അതിൽ മാത്രം ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നല്ല മാറ്റങ്ങളല്ല അദ്ദേഹത്തിന് കൊണ്ടുവരുന്നത്, മോശമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരു സമയത്ത് എന്താണ്, നമുക്കൊരു ഒരു ചിന്താശേഷി ഒരു ചിന്ത വരും അല്ലെ, അതിൽ നിന്ന് മാറണം എന്നൊരു ചിന്താഗതി, ഇതിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് വരുമ്പോഴാണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കൊരു മോശം സ്വഭാവം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറെ നാളായി നമ്മൾ അതിനെ തിരിച്ചറിയുമ്പോൾ അത് മാറ്റണം, വേണ്ട എനിക്ക് ഈ സ്വഭാവം കൊള്ളൂല എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പിന്നെ തുടരോ? ഇല്ല, നമ്മളത് മാറ്റി അവിടെ എന്താണ് മറ്റൊരു സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള ഒരു അത് മോശമായ ഒരു പ്രവൃത്തികളെ നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രവൃത്തിയാക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതിനെയാണ് അവിടെ ഡെവലപ്മെന്റ് എന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കാൻ, ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ അളക്കാൻ പറ്റുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാളിറ്റേറ്റീവ് ആണ്. ഒരാളുടെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെയാണ് അയാൾക്ക് ഡെവലപ്മെന്റ്സ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ് മാം. മാം നമ്മളിത് കാണാതെ പഠിക്കണോ? പിന്നെ പഠിക്കണ്ടേ? ഒരു മിനിറ്റ്, ഓക്കെ. അതൊന്ന് വായിച്ചു നോക്കി. യെസ്, ഒരാള് സൗണ്ടിൽ വായിക്കുവാ മിസ് വരുമ്പത്തേക്ക്. വായിക്കട്ടെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, വായിച്ചോ. Growth. It refers to changes in the specific aspect of body or behavior of the individual. Development. It refers to overall changes that result in improved functioning of individual. Growth. It refers to changes in the quantitative aspects. In development, it refers to changes in qualitative aspects. Next വായിക്കണോ? നെക്സ്റ്റ് മിസ് അത്രയല്ലേ എടുത്തിട്ടുള്ളൂ ഇപ്പൊ? ഇത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഇപ്പൊ. മനസ്സിൽ വായിക്കാം. ഇതൊക്കെ എക്സാമിന് വരുമായിരിക്കും അല്ലേ? കാണാതെ പഠിക്കേണ്ട ഇപ്പൊ 5 എണ്ണം. അതുകൊണ്ടല്ലേ മിസ് പഠിച്ചോന്ന് പറഞ്ഞു, എക്സാമിന് വരും. ഇപ്പഴേ പഠിച്ചോ? hello, yes. The next വരുന്നത് എന്താണ്, it does not continue throughout life, it stops with when maturity is attained. ഗ്രോത്ത് എന്താണ്, ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടോ? It does not continue throughout life, അല്ലെ? അത് നിരന്തരമായിട്ടുള്ള പ്രോസസ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇല്ല, കണ്ടിന്യൂസ് പ്രോസസ് അല്ല അല്ലെ. ഇത് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്? മെച്യൂരിറ്റി അറ്റൈൻ, പക്വത പ്രാപിക്കുന്ന സമയത്ത് വളർച്ച നിൽക്കുന്നു. ഓക്കെ, വ്യക്തി പക്വത പ്രാപിക്കുമ്പോൾ വളർച്ച നിൽക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്. അപ്പൊ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ആൻ അൺസീസിംഗ് പ്രോസസ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെൻ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്. ഡെവലപ്മെന്റ് എന്ത് പ്രോസസ് ആണ്? അൺസീസിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസീസിംഗ് നിലയ്ക്കാത്ത പ്രോസസ് ആണ് അല്ലെ. നിലയ്ക്കാത്ത അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള, അൺസീസിംഗ് എന്ന് പറയുന്നത് നിലയ്ക്കാത്ത അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെൻ ദ മെച്യൂരിറ്റി ഈസ് അറ്റൈൻഡ്. പക്വത പ്രാപിച്ചാലും ഡെവലപ്മെന്റ് അവിടെ സ്റ്റോപ്പ് ആവുമോ? പക്വത പ്രാപിച്ചെന്ന് കരുതി ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ആവുന്നുണ്ടോ?
ഇല്ല, ഇതൊരു തുടർച്ചയായിട്ടുള്ള ആരുടെ മൈക്കോണാണ് ടോഫിയുടെ. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, ജനനം മുതൽ മരണം വരെ നടക്കുന്ന പ്രക്രിയയാണ് എന്ത്, വികസനം എന്ന് പറയുന്നത്. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ത്രൂ ഔട്ട് ലൈഫിൽ അതില്ല. മെച്യൂരിറ്റി ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ പക്വത പ്രാപിക്കുന്ന സമയത്ത് വളർച്ച സ്റ്റോപ്പ് ആകുന്നു. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അൺസീസിങ് പ്രോസസ് ആണ്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. മെച്യൂരിറ്റി എത്തിയെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മെച്യൂരിറ്റി ആയെന്ന് പറഞ്ഞ അല്ലെങ്കിൽ എന്താണ് ഡെവലപ്മെന്റ് അവിടെ സ്റ്റോപ്പ് ആയി നിൽക്കുന്നില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഓക്കെ, മനസ്സിലായോ അത്? Yes. It is narrow in its meaning and only one of features of development process. Growth എന്ന് പറയുന്നത് it is narrow. Narrow എന്ന് പറഞ്ഞാൽ എന്താ? narrow എന്താണ്? narrow ഇടുങ്ങിയത്, നേർത്തത് മൊത്തത്. ഒരു ചെറിയ കാര്യത്തിന് മാത്രമല്ലേ ഗ്രോത്ത് എന്ന് പറയുള്ളൂ, ചെറിയൊരു അളവ്. ഇപ്പൊ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള വികാസത്തിന് ഒരു ഭാഗം മാത്രമാണ് വളർച്ച എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ സൈസ്, നമ്മുടെ വെയിറ്റും ഹൈറ്റ് ഒക്കെ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളാണ്, അല്ലെ? അതായത് ഓരോ ചെറിയ ഭാഗത്തെ മാത്രമാണ് നമ്മൾ ഗ്രോത്ത് എന്ന രീതിയിൽ പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കൂ, അതുകൊണ്ടാണ് അതിനെ നാരോ എന്ന് പറയുന്നത്, ഇടുങ്ങിയ ഒരു ചിന്താഗതി, ചെറുതെന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വൈഡർ ആണെന്നാണ് പറയുന്നത്. വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് ടേം എന്നാണ് പറയുന്നത്. വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് ടേം എന്താണ്? വൈഡർ ആൻഡ് പ്രോഗ്രസീവ് ടേം, കോംപ്രഹെൻസീവ് ടേം എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് മീൻസ് എന്താ? സമഗ്രമായി ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാത്തരം വികാസങ്ങളാണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വൈഡർ കോൺസെപ്റ്റ് ആണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് നാരോ കോൺസെപ്റ്റ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വൈഡർ കോൺസെപ്റ്റ് ആണ്. മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? യെസ് മാം. ഇപ്പൊ ഇതിന്റെ ഒന്നുകൂടി പറഞ്ഞു, ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞുതരുമോ? ക്ലിയർ ആയിട്ടില്ലേനു നാരോന്റെ ഈ സെന്റൻസ്. നാരോന്റെ സെന്റൻസ് ആണ്. ഇപ്പൊ നമ്മള് ഒരു ചെറിയ കാര്യത്തിന് മാത്രമാണ് നമ്മള് ഗ്രോത്ത് എന്ന രീതി സൂചിപ്പിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയുടെ ഒരു ഭാഗമാണ്. ഒരു ഭാഗം പറയും, ഇപ്പൊ നമ്മുടെ സൈസും ഹൈറ്റ് ഒക്കെ നമ്മുടെ ഓരോ ഭാഗങ്ങളെ മാത്രമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഡെവലപ്മെന്റിലേക്ക് പോകുമ്പോൾ നോക്കിയാൽ നമ്മൾ അത് വൈഡർ കോൺസെപ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ നമ്മളിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്? ഫിസിക്കലായിട്ട്, ഇമോഷണൽ ആയിട്ട്, സയന്റിഫിക് ആയിട്ട് പല കാര്യങ്ങൾ നമ്മളിൽ നടക്കുന്നുണ്ട്, അല്ലെ? ഒരു ഭാഗം മാത്രമുള്ള ലൈഫിന്റെ ഒരു ഭാഗം മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തുമായി ഡിപ്പെൻഡഡ് ആണ്? ഡെവലപ്മെന്റുമായിട്ട് നടക്കുന്നതാണ്. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് ഫീച്ചേഴ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്, അല്ലെ? ഗ്രോത്ത് അതുകൊണ്ടാണ് അതിനെ നാരോ എന്ന് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ചിന്താഗതിയിൽ അതിന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാം. അതുകൊണ്ടാണ് വൈഡർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള എല്ലാത്തരം വികാസങ്ങളെയും എന്ത് പറയുന്നുണ്ട്? നമ്മൾ ഡെവലപ്മെന്റ് രീതിയിൽ എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ സോഷ്യലി, ഇമോഷണലി, ഫിസിക്കലി, മെന്റലി എല്ലാ കാര്യങ്ങളും എന്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്? ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, growth may or may not bring development. Growth may or may not bring development. എന്താ പറയുന്നത്? വളർച്ച സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഡെവലപ്മെന്റ് ആവും. ഡെവലപ്മെന്റ് ഇല്ലെങ്കിലും വളർച്ച കൂടാതെ വികസനം സംഭവിക്കാം. വളർച്ച ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? വികസനം സംഭവിക്കും. ഡെവലപ്മെന്റ് ഉണ്ടാവും. പക്ഷെ ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഇവിടെ എന്താ പറയുന്നത്? ശാരീരികമായിട്ടൊരു വളർച്ച എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? എല്ലാവരും ഒരേപോലെ വളർച്ചയുള്ളവരാണോ?
ഒരിക്കലും വളർച്ചയുള്ളവരാണ്. ശാരീരികമായിട്ട് അല്ല. അല്ലേ? Yes. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഇപ്പൊ ഫിസിക്കലി ആയിട്ട് ജനനം മുതല് തകരാറുകൾ സംഭവിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ ജനിച്ചു കുറച്ച് സമയം കഴിഞ്ഞിട്ട് തകരാറുകൾ സംഭവിച്ചവരുണ്ടാവും. അപ്പൊ എല്ലാവരും പൂർണ്ണ വളർച്ചയുള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവരും പൂർണ്ണ വളർച്ച ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ വളർച്ച ഇല്ലാത്തവരിലും എന്ത് നടക്കുന്നുണ്ട്? ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത് എന്നാണ് പറയാം. ഇപ്പൊ വളർച്ച കുറവുള്ള ഒരു വ്യക്തിയിലാണെങ്കിൽ അയാളുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അയാൾ പല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അയാളുടെ ജീവിതം ജനനം മുതൽ അയാൾ മരണം വരെ ജീവിച്ചു തീർക്കുന്നില്ലേ? അത് തന്നെയാണ് എന്റെ ഡെവലപ്മെന്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ മാം. Next, the changes generated by growth are perceivable and can be measured. നമ്മൾ പഠിച്ച ഗ്രോത്ത് മെഷർ ചെയ്യാൻ പറ്റുമോ? ഗ്രോത്ത് അളക്കാൻ പറ്റുമോ? യെസ്, അത് നമുക്ക് പെർസീവബിൾ ആൻഡ് ക്യാൻ ബി മെഷർ. നമുക്ക് നല്ല രീതിയിൽ അതിനെ പെർസീവ് ചെയ്യാനും നല്ല രീതിയിൽ മെഷർ ചെയ്യാനായിട്ടും കൃത്യമായിട്ട് സാധിക്കും. പക്ഷെ ഡെവലപ്മെന്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഒരാളിൽ ഉണ്ടാവുന്ന വികസനം, ഒരാളുടെ സ്വഭാവത്തിലെ ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എങ്ങനെ പ്രവർത്തിക്കും, എന്താണെന്നുള്ളത് നമുക്ക് അതിന്റെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളെ കാണാൻ പറ്റും, പക്ഷെ അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അല്ലെ? നല്ല സ്വഭാവം കാണിക്കുന്നത് മോശം സ്വഭാവം കാണിക്കുന്നതൊക്കെ നമുക്ക് റിയലൈസ് ചെയ്ത് കാണാൻ പറ്റും, അല്ലെ? അത് പക്ഷെ ഏത് അളവിലാണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്കെയിലോ സംവിധാനങ്ങളോ ഉണ്ടോ? ഇല്ല. യെസ്. അപ്പോ നമുക്ക് ഇതെന്താണ്? ഡെവലപ്മെന്റ് വരുന്നുണ്ടോ? എന്തോ ഈ കുട്ടികൾക്കൊക്കെ ഓട്ടിസം, ചില പിള്ളേർക്ക് ഓട്ടിസം വരത്തില്ലേ? നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ അതിലേക്ക് പ്രിൻസിപ്പിൾസിൽ നമ്മളിപ്പോ പറഞ്ഞ കാര്യം പഠിക്കും. കുട്ടികളുടെ ഓട്ടിസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയാം. യെസ്. Development changes produced by development are not perceivable and cannot be measured. ഡെവലപ്മെന്റ് നമുക്ക് എന്താണ് ഒരിക്കലോ അതിന്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ? ശാരീരികമായിട്ടുള്ള വളർച്ച അതിനെ നമുക്ക് അളക്കാനായിട്ട്, അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അളക്കാൻ പറ്റില്ല. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? Then growth is structural and development is functional. Growth is structural and development is functional. ഗ്രോത്ത് എന്ന് പറയുന്നത് വളർച്ച ഘടനാപരമാണ്. ഡെവലപ്മെന്റ്, വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനക്ഷമമാണ്. നമുക്ക് ഒരു സ്ട്രക്ചറിലൂടെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഡെവലപ്മെന്റ് നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? ഒരാളുടെ പ്രവൃത്തിയിലൂടെയാണ്, അല്ലെ? അയാളുടെ നല്ല ക്വാളിറ്റീസിലൂടെയാണ് അയാളുടെ ഡെവലപ്മെന്റ് എന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. മറ്റത് എന്താണ്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിലാണ്. ഇപ്പൊ നമ്മുടെ സൈസും ഹൈറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അളക്കാൻ പറ്റുന്നത് നമുക്കത് സ്ട്രക്ചർ ആയതുകൊണ്ടാണ്, അല്ലെ? പക്ഷെ ഡെവലപ്മെന്റ് ഒരാൾ നല്ലൊരു കാര്യങ്ങൾ ചെയ്യുന്നത്, നല്ല മാറ്റങ്ങൾ കാണിക്കുന്നതൊക്കെ നമുക്ക് ആളുടെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് ഘടനാപരമാണ്. വികസനം എന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തനക്ഷമമാണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. എന്താണ് മനസ്സിലാവാത്ത രീതിയിൽ ഇരിക്കുന്നത് നിങ്ങൾ? മനസ്സിലായി. തണുപ്പ് പിടിച്ചിന്, സൗണ്ട് പ്രോബ്ലം. അപ്പൊ ഇനി ഓരോന്ന് പറയാൻ പറ്റുമെന്ന് നോക്കി ഓരോരുത്തരായിട്ട് പറയുമ്പോ എങ്ങനെ പറയണം? ഗ്രോത്തും പറയണം, ഡെവലപ്മെന്റും പറയണം. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആരാ പറയാം? ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ. അറിഞ്ഞുടങ്ങി ഞാൻ പറഞ്ഞുതരും. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞേ. ഓക്കെ സർ. ഗ്രോത്ത് എന്ന് പറയുന്നത് മലയാളത്തിൽ ഇംഗ്ലീഷിലാ? Okay. Growth പറയുമ്പോൾ it refers to change in the specific aspect of body or behavior of the individual. ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറും ബോഡിയുടെയും ചേഞ്ചസിനെയാണ് പ്രത്യേകമായിട്ട് വരുന്ന ചേഞ്ചസിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഡെവലപ്മെന്റ് പറയുമ്പോൾ it refers to overall changes that result in improved functioning of individual. അത് എല്ലാം ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിന്റെയും റിസൾട്ടിനെ, അതിന്റെ പ്രവർത്തനങ്ങളിലെയാണ്
ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണോ? ക്ലിയർ അല്ലേ? അതെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞേ, അടുത്താളാ. ഞാൻ പറയാം. വിച്ച് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് ഗ്രോത്ത്. അതായത് ഗ്രോത്ത് നമുക്ക് ഒരു വ്യക്തി നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി, നമുക്കത് എണ്ണം പറഞ്ഞിട്ടോ വയസ്സാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹൈറ്റ് ആണെങ്കിലോ നമ്മുടെ ബോഡീന്റെ ഷേപ്പ് എങ്ങനെയാണെങ്കിലും നമുക്കത് എണ്ണം പറഞ്ഞിട്ട് ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഡെവലപ്മെന്റ് ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി, അയാളുടെ ഗുണത്തെ മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അതായത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ മോശമാണോ എന്ന ഗുണത്തെ മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. താങ്ക് യു. ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ്. ഞാൻ പറയാം മാം. It does not continue throughout life. It stops with when maturity is attained. നമ്മൾ മെച്യൂരിറ്റി എത്തുമ്പോഴേക്കും ഗ്രോത്ത് നിൽക്കുന്നു, സ്റ്റോപ്പ് ആവുന്നു. ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. It is an unceasing process. It does not end when the maturity is attained. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നതാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവുന്നതാണ്. നിലയ്ക്കാത്ത പ്രോസസ് ആണ് കേട്ടോ. അൺസീസിംഗ് ആകുമ്പോൾ നിലയ്ക്കാത്ത. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്. Fourth point. It is narrow in its meaning and only one of the feature of development process. ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇടുങ്ങിയതാണ്, നാരോ മീനിങ് ആണ്, നാരോ ആണ്. അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ ഡെവലപ്മെന്റ് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ അത് ഇടുങ്ങിയ തരത്തിലാണ് നമുക്ക് ഗ്രോത്ത് നമുക്ക് വരുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൈഡർ ആൻഡ് കോംപ്രഹെൻസീവ് ആണ്. അത് വളരെ വൈഡർ ആണ്, നമുക്ക് വിപുലമായിട്ടാണ് അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Growth may or may not bring development. Development is possible without growth. അതിനർത്ഥം എന്ന് വെച്ചാൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതായത് മെന്റൽ ഡെവലപ്മെന്റ് നമുക്ക് ഗ്രോത്തിന്റെ കൂടെ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ സംഭവിക്കാം, സംഭവിക്കാണ്ടിരിക്കാം. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഗ്രോത്ത് ഇല്ലെങ്കിലും കൂടി, അതായത് എല്ലാവർക്കും ശാരീരികപരമായിട്ട് ഗ്രോത്ത് ഉണ്ടാവണം എന്നില്ല, പല ബുദ്ധിമുട്ടുകളും ഉള്ളവരുണ്ടാവാം. പക്ഷെ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഇല്ലെങ്കിലും കൂടി സംഭവിക്കുന്ന കാര്യമാണ്. Okay, very good, very good. Next. The changes generated by growth are perceivable and can be measured. നമുക്ക് ഗ്രോത്തിൽ നമുക്കെല്ലാം മെഷർ ചെയ്യാൻ പറ്റും, ഹൈറ്റ്, വെയിറ്റ് എല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഡെവലപ്മെന്റ് ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡെവലപ്മെന്റ് ആർ നോട്ട് പെർസീവബിൾ ആൻഡ് കനോട്ട് ബി മെഷേർഡ്. നമുക്ക് ഡെവലപ്മെന്റ് നമുക്ക് ഇത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ക്വാളിറ്റി അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്കത് കാണാൻ പറ്റും, പക്ഷെ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. Cannot be measured. Okay. Then last point. Growth is structural. Development is functional. Development is functional. Okay, very good. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഡിഫറൻസസ് നന്നായിട്ട് പഠിക്കുക. ക്ലിയർ ആണോ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഈ ഒരു ബോക്സ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? നമ്മളിപ്പോ മിസ് നമ്മൾ ഇപ്പൊ ഈ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഇല്ലേ, ഇതേ ഡെഫിനിഷൻ പോലെ തന്നെ പഠിക്കണം, അത് നമ്മൾ ചുരുങ്ങിയ രീതിയിൽ ഒരു വൺ വേർഡ് ടൈപ്പിൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. അതായത് നമ്മൾ വൺ വേർഡ് ടൈപ്പ് പോലെ മനസ്സിലാക്കിയിട്ട് രണ്ടിന്റെയും ഡെഫിനിഷൻ പഠിച്ചാൽ മതി, അതോ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കണോ? ഇതേപോലെ ഡെഫിനിഷൻ മാറ്റം വരുത്തരുത്, അതേപോലെ തന്നെ പഠിക്കണം. നിർവചനങ്ങൾ അങ്ങനെയാണ്. പ്രോ ആൻഡ് പ്രോയിന്റ് മാത്രം പഠിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. ശരി, ഇപ്പൊ നമ്മള് ഡിഫറൻസസ് പഠിച്ചു അല്ലെ, ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും ഡിഫറൻസസ് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞപ്പോ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പൊ എന്താണ് വളർച്ചയെന്നും എന്താണ് ഗ്രോത്ത് എന്നും?
ക്ലിയർ ആണോ? യെസ്. ഇത് നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്, വികസനത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? ഇതും മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് നോക്കാം. Development help us to provide us appropriate tasks to children. പ്രിൻസിപ്പിൾ, തത്വങ്ങൾ, വികസനത്തിന്റെ തത്വങ്ങളിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത് എന്താണ്? Development help us to provide age appropriate tasks to children. എന്താ പറയുന്നത്? നമ്മുടെ കുട്ടികൾക്ക് പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള ടാസ്കുകൾ, ജോലികൾ നൽകാനായിട്ട് വികസനം സഹായിക്കുന്നു. അതെങ്ങനെയാണ്? എങ്ങനെയാണ് അത് പറയുന്നത്? നമ്മൾ ഒരു കുഞ്ഞ് ചെയ്യേണ്ടത്, ഇപ്പൊ 5 വയസ്സുള്ള കുഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങള്, ഇപ്പൊ 1 വയസ്സുള്ള കുട്ടി, 2 വയസ്സുള്ള കുട്ടിയാണ്. ഓക്കെ, അപ്പൊ 9 മാസം 10 മാസം ഒന്ന് പിടിച്ചെടുത്തിട്ടേക്ക് നിന്നിട്ടുള്ളൂ. അപ്പൊ 2 വയസ്സിൽ ആ കുഞ്ഞിന് അത് ചെയ്യാൻ പറ്റുമോ? ആ 2 വയസ്സിൽ കഴിയണം. നമ്മൾ 1 വയസ്സിൽ ഇത് കൊടുത്താൽ കുഞ്ഞിന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാന്ന് കണ്ടിട്ടില്ലേ നിങ്ങള്? തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താ? ചെയ്യാൻ പറ്റാത്തത് വളരെ വിഷമിച്ചിട്ടല്ലേ അത് ചെയ്യാ, അതുകൊണ്ടല്ലേ? എന്താണ്? പ്രായത്തിനനുസരിച്ചുള്ളത്. അതെ, വെരി ഗുഡ്. ഇവിടെ പറയുന്നുണ്ട് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻ. ഒരു കുഞ്ഞിന്റെ പ്രായം, ഈ കുഞ്ഞ് വികസിക്കുന്നതിനനുസരിച്ച് നമുക്ക് അവനതിനുള്ള ടാസ്കുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 10 വയസ്സിൽ കൊടുക്കേണ്ട ആക്ടിവിറ്റി നമ്മൾ 5 വയസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഏജ് മനസ്സിലാക്കുക അല്ലെ? അപ്പൊ ഈ ഒരു ഏജിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് കുഞ്ഞിനുണ്ടാകും? 1 വയസ്സിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, 2 വയസ്സിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, 3, 4, 5 ഇവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? കുട്ടിയിലെ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഏജിനനുസരിച്ച് നമുക്ക് ടാസ്കുകൾ കൊടുക്കുക എന്നുള്ളതാണ് എന്താ വികസനം മൂലം നമുക്ക് മനസ്സിലാകുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കുട്ടികൾക്ക് അവരുടെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള ജോലികൾ നൽകാനായിട്ട് വികസനം നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, യെസ്. എന്റെ കുഞ്ഞ് ഇത്ര പ്രായമായി, ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവൻ അറിയാമെന്ന് നമുക്ക് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? അവന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് നമ്മൾ കാണുമ്പോഴാണ് അല്ലെ? അപ്പോഴല്ലേ നമ്മൾ ആ കുഞ്ഞിന് ആ ഒരു ആക്ടിവിറ്റി കൊടുക്കുള്ളൂ അല്ലേ? യെസ്. മനസ്സിലായോ അതൊക്കെ പ്രിൻസിപ്പിള്? മനസ്സിലായോ? യെസ്. Then development help us to, second principle, development help us to know what to expect as a child and when to expect it. Help us to nalla ട്ടോ, help to make എന്നാണ്. Help us വെച്ചിട്ട് help to make. Development help to make children ready for the changes. Sorry, I'll sentence. Development help us to know what to expect of a child and when to expect it. എന്താ പറയുന്നത് ഇവിടെ? വികസനം നമ്മെ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? പാരഗ്രാഫിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ട് മിസ്? അതെ, നമ്മൾക്കിപ്പോ അമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞ് അത് പറയണം, ഇത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ? അങ്ങനെ ചെയ്യണം. ഇപ്പൊ ഒരു 9 മാസം അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കട്ടിയുള്ള വാക്ക് 1 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കാൻ നോക്കിയാൽ ആ കട്ടിയുള്ള വാക്ക് കുഞ്ഞിന് പറയാൻ പറ്റുമോ? പറ്റില്ല. കട്ടിയുടെ പ്രയത്നം കൊണ്ട് പറയാൻ നോക്കിയാലും കുഞ്ഞിന് അത് വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. പറ്റില്ല. അപ്പൊ ഒരു കുട്ടിയിൽ നിന്ന് എന്താണ് എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്താ ഡെവലപ്മെന്റൽ സ്റ്റേജസുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിയിൽ നിന്ന് എപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം എന്നത് അവന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി നിങ്ങൾ എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഏജുമായിട്ട് അല്ലെ? ഒരു കുട്ടിയുടെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ അവന്റെ കയ്യിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് പോലെ അവൻ പെരുമാറുകയുള്ളൂ, അവന്റെ ബിഹേവിയറിൽ എന്തുണ്ടാവുള്ളൂ? മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും നമ്മൾക്ക് മനസ്സിലാക്കണം. എന്ത് കുട്ടി ഈ ഒരു ഏജിൽ മാത്രമേ ഈ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷനോട് മാത്രമായിരിക്കും നമ്മൾ അവരെ സമീപിക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു കുട്ടിയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കേണ്ടതെന്നും എപ്പോ പ്രതീക്ഷിക്കണമെന്നും വികസനം അതറിയാനായിട്ട് വികസനം നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ സെക്കൻഡ് പ്രിൻസിപ്പിൾ? യെസ് മാം. യെസ്. Then development help us to make
Development help to make children ready for the changes that occur in place of their body, interest, behavior and their environment. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? Development helps to make children ready for the changes that occur in place of their body, interest, behavior and their environment. എന്താ പറയുന്നത്? ഇത് വായിച്ചു നോക്കി നിങ്ങൾ. ഇത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. കുട്ടികളിൽ ചേഞ്ച് വരുന്നത് അവരുടെ ബോഡി, ഇൻട്രസ്റ്റ്, അവരുടെ ബിഹേവിയർ, പിന്നെ പ്രകൃതിപരമായ മാറ്റങ്ങൾ എന്നിവയിലൂടെയാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഒക്കെ പറഞ്ഞോ. കേട്ടില്ല. കുട്ടികളിലെ ചേഞ്ച് അവരുടെ ബോഡിപരമായ മാറ്റങ്ങളിലും പിന്നെ പ്രകൃതിപരമായ മാറ്റം, ബിഹേവിയർ, അങ്ങനെയൊക്കെ ചേഞ്ച് വരുന്ന പോലെയാണ് നമ്മളെ ഡെവലപ്മെന്റ് സഹായിക്കുന്നത്. കുട്ടിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രത്യേകിച്ച് എന്തൊക്കെ ഭാഗങ്ങളിലുള്ള ചേഞ്ചസ് ആണ്? ശരീരം, എന്തൊക്കെ ഭാഗങ്ങളാണ്? ബോഡി, താല്പര്യം, ബിഹേവിയർ, താല്പര്യം അല്ലെ? താല്പര്യങ്ങൾ, പെരുമാറ്റം, സ്വഭാവം, പിന്നെ അവരുടെ ചുറ്റുപാടുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ? അതായത് ഇപ്പൊ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ പല താല്പര്യങ്ങളും ഉടലെടുക്കുന്നത് അല്ലെ? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഏജ് വെച്ചൊക്കെ നോക്കിയാൽ നമ്മള് പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള താല്പര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ ഉണ്ടാകും അല്ലെ? വ്യത്യാസങ്ങൾ വന്നില്ല അതിലൊക്കെ. നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ മാറി മാറി വന്നു. ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ, അതിലൊക്കെ ടേസ്റ്റസിൽ വ്യത്യാസം വന്നില്ല നിങ്ങളുടെ. എന്തിന്റെ ഭാഗമായിട്ടാണത്? നമ്മളില് വികസനം ഉള്ളത് കൊണ്ടാണ് അത്തരം മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നത്. ഓക്കെ, അല്ലാതെ എന്നും നമ്മൾ കഞ്ഞിയും പയറും കുടിച്ച് മാത്രം ജീവിക്കോ? എന്നും കഞ്ഞിയും പയറും കുടിച്ച് ജീവിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടോ? ഇല്ലേ, കുട്ടി നമ്മള് ചെറുതായിരിക്കുമ്പോ പയറ് വർഗ്ഗങ്ങളൊന്നും കഴിക്കൂലല്ലോ, വറവുകള് ഇതെല്ലാം കഴിക്കുന്നുണ്ട്. കഴിച്ചാൽ നമ്മുടെ ടേസ്റ്റ് 2 ദിവസം കഴിയുമ്പോൾ മാറുകയുണ്ട. ഇന്ന് ഒന്ന് മീൻകറി കൂട്ടി ചോറ് കഴിക്കണം എന്ന് വിചാരിച്ചാൽ നല്ലൊരു മീൻകറി കഴിക്കും. ഓക്കെ, 2 ദിവസം മീൻകറി ആവാതെ മടുക്കും. അടുത്ത എന്താണ്? പിന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന പോലത്തെ ഒരേ മോഡൽ സ്റ്റിച്ചിങ് ഡ്രസ് ആയിരിക്കും. ഇതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറച്ച് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സ് കാണാം. ഇതെന്താണ്? അല്ലെങ്കിൽ പിന്നെ പഠിപ്പിക്കാൻ പോകുന്ന സ്ഥലത്ത് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ എന്താണ്, ഈ ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ് എനിക്ക് വേണ്ട, കുറച്ചുകൂടി മാറ്റം വേണം, കുട്ടികളെ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കണം, ആക്ടിവിറ്റീസ് കൊടുക്കണം. അങ്ങനെ എന്താണ് നമ്മുടെ താല്പര്യങ്ങൾ എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. താല്പര്യങ്ങളൊക്കെ മാറി മാറി. ഇപ്പൊ നമ്മള് പഠിച്ച എന്താണ്? മാറ്റങ്ങളാണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് അല്ലെ? മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആസ്പെക്ട്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് എന്ത്? ഡെവലപ്മെന്റ് എന്നുള്ളത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ ഡെവലപ്മെന്റിനെ കാണാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ്? അവരുടെ ബോഡിയില്ല, ഇൻട്രസ്റ്റില്ല, ബിഹേവിയറിലൊക്കെ എന്താണ് അവരുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ചില കുട്ടികള് കുറച്ച് സമയം വരെ ആയിരിക്കുള്ളൂ ചില ബുക്സുകൾ വായിക്കുന്നത് അല്ലെ? ചില ഇൻട്രസ്റ്റിംഗ് ബുക്കുകൾ വായിക്കും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് അവരുടെ ആ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ പുസ്തകം വായിക്കില്ല. എന്തായിരിക്കും? അടുത്ത കാര്യങ്ങൾ കണ്ടെത്തി അത് വായിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് അല്ലെ? പുസ്തക വായന ഉള്ള കുട്ടികളാണെങ്കിൽ അല്ലെ? അവര് കാണുന്ന കാർട്ടൂൺ ഒക്കെ ചേഞ്ച് ആവും. കാർട്ടൂൺ കാര്യത്തിൽ കറക്റ്റ് ആണ് അല്ലെ? കാർട്ടൂൺ കുറച്ച് നാളത് കാണും, പിന്നെന്താണ് അത് മടുക്കുമ്പോൾ പുതിയത് വരും, പിന്നെ പഴയതിലേക്ക് പോവില്ല. നെക്സ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഹെൽപ്സ് ഇൻ ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി റിട്ടാർഡഡ് ഡെവലപ്മെന്റ്. നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ ഈ ഓട്ടിസം ഒക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? ഓട്ടിസം ഡെവലപ്മെന്റ് ആയിട്ടൊക്കെ ബന്ധം ഉണ്ടാവും ചോദിച്ചില്ലേ? ആരോ ചോദിച്ചത്? ആരോ ചോദിച്ചു? Okay, development helps in early identification of any retarded development. നമ്മുടെ കുട്ടിയില് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? ചെറുപ്പകാലത്ത് ഏർലി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതായത് എന്താ പറയുന്നത്? ഇപ്പൊ മന്ദഗതിയിലാണ്. ഇപ്പൊ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും വളർച്ചയിൽ വേരിയേഷൻസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഓട്ടിസം ഉള്ള കുട്ടികളൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഓട്ടിസം ഉണ്ടെന്നുള്ളത് എങ്ങനെ ആദ്യം തിരിച്ചറിയാൻ പറ്റും? പെരുമാറ്റം. ചിലവര് ഫിസിക്കലി തന്നെ ജനനത്തോടു കൂടി ഓട്ടിസം സംഭവിച്ചവരുണ്ടാവും. അതെല്ലാം ഡിപ്പെൻഡ് ഓൺ കണ്ടീഷൻസ് ആണ്. അപ്പൊ ചില കുട്ടികൾ എന്താണ് നോർമൽ ആയിട്ട് വളരും, പക്ഷെ നോർമൽ ആയിട്ട് വളരും നമുക്ക് ചിലപ്പോൾ ശാരീരികമായിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ പോലും ഓട്ടിസം ഉള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല അല്ലേ? പിന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിന് നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇത് കേൾക്കാതിരിക്കും. നമ്മൾ തൊട്ടടുത്ത് നിന്ന് വിളിച്ചാൽ പോലും എന്താണ് അവർ കേൾക്കുന്നുണ്ടാവില്ല.
അതേപോലെ തന്നെ വിഷൻസ് കറക്റ്റ് ആവും. അവർക്ക് നോക്കുന്ന വിഷൻ എന്തായിരിക്കും? നോർമൽ കുട്ടികൾ നോക്കുന്ന പോലെ ആയിരിക്കില്ല വിഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് നമുക്ക് ഓരോ കുഞ്ഞു കാണിക്കുന്ന പ്രായത്തിൽ അതേപോലത്തെ വളർച്ചകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് കാണിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ നേരത്തെ തന്നെ നമുക്ക് എന്താണ് ഡെവലപ്മെന്റിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇങ്ങനെ എന്തോ തരത്തിലുള്ള ഒരു ഡിസബിലിറ്റി വന്നിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഏർലി റിട്ടാർഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും മന്ദഗതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അത് തിരിച്ചറിയാനായിട്ട് നേരത്തെ തന്നെ സാധിക്കും. ഓക്കെ, യെസ്, മനസ്സിലായോ? യെസ് മാം. Yes. Then development is continuous and it involves changes. നമ്മൾ പഠിച്ചു അല്ലേ, ഡെവലപ്മെന്റ് എന്താണ്? കണ്ടിന്യൂസ് ആണ്, അതില് മാറ്റങ്ങൾ അനുവദനീയമാണ് അല്ലെ. വികസനം തുടർച്ചയാണ്, അതില് മാറ്റങ്ങൾ ഉൾപ്പെടുന്നു, അതൊരു പ്രിൻസിപ്പിൾ ആണ് അതിന്റെ അല്ലെ. ഓക്കെ, പ്രിൻസിപ്പിൾസ് പഠിക്കാനുള്ളതാണ് കേട്ടോ. Then ഓക്കെ, അവിടെ വരെ എടുക്കുന്നുള്ളൂ. എവിടെയാ പറഞ്ഞത്? ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്. അവിടെ വരെ ഒന്ന് ടിക്ക് ചെയ്തിടാം കേട്ടോ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങള് ആക്ടിവിറ്റി ചെയ്തിട്ട് വരണം. എല്ലാവരും ചെയ്യണം, എല്ലാവരെയും കൊണ്ട് ചിലപ്പോൾ വായിപ്പിച്ചെന്നിരിക്കില്ല, ഒന്നോ രണ്ടോ കുട്ടികളെ കൊണ്ട് മാത്രമായിരിക്കും വായിപ്പിക്കുന്നത്. എങ്കിലും എല്ലാവരും അത് കണ്ടെത്തി മാക്സിമം 4 ഡെഫിനിഷൻസ് എങ്കിലും കണ്ടെത്തി കൊണ്ടുവരാം. ഓക്കെ, സെർച്ച് ചെയ്താൽ കിട്ടും. ഒരുപാട് വലിയ ഡെഫിനിഷൻസ് ഒന്നും ആരും എടുക്കണ്ട. ഒരു 3-4 സെന്റൻസോ 3 സെന്റൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള സെന്റൻസ് നോക്കിയിട്ട് അത് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ദെൻ നോട്ട് ചെയ്യാൻ മാത്രമല്ല അതൊന്ന് 2-3 വട്ടം വായിച്ചു നോക്കുക. അപ്പൊ പിന്നെയും ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റ് ഡെഫിനിഷൻസ് പലരുടെ നിർവചനത്തിലൂടെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, യെസ്. ഇപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ഇവിടെ എടുത്ത് അത്രയും മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? മനസ്സിലായി. ഇനി സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട്. ഇല്ല, സൈൻ ഔട്ട് ഇല്ല. ഇന്നത്തെ ക്ലാസ് നമുക്ക് എടുത്തു തന്ന മിസ്സിന് ഒരുപാട് നന്ദി. നമുക്ക് ഇന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അതിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും അതിന്റെ ഡെഫിനിഷൻസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു സ്വപ്ന. ഓക്കെ, അപ്പൊ ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും ആക്ടിവിറ്റി ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ മിസ്. Okay, ma'am. Thank you, ma'am. Okay, thank you. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Sure.